നമസ്കാരം. വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ തത്വമൈ ന്യൂസ് പുറത്തുവിട്ടത്. കൊല്ലം ജില്ലയിലെ നീണ്ടകരയ്ക്കടുത്തുള്ള കാട്ടിൽക്കടവ് എന്ന സ്ഥലത്ത് നിന്നും വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി ബംഗ്ലാദേശി ദമ്പതികൾ പിടിയിലായി എന്നുള്ളൊരു വാർത്ത വളരെയധികം ചർച്ചകൾക്ക് വഴിവെച്ച ഒരു വാർത്തയായിരുന്നു. അതിന് പിന്നാലെ ജില്ലയിൽ ATSും മിലിറ്ററി ഇൻ്റലിജൻസും അവരുടെ ഒരു ഓപ്പറേഷൻ സംയുക്തമായി നടത്തിയതിൻ്റെ ഫലമായി ഇന്ന് കൊട്ടാരക്കര കരിക്കം എന്ന സ്ഥലത്ത് നിന്നും 10 ബംഗ്ലാദേശികൾ, അതായത് 2 സ്ത്രീകളും 2 കുട്ടികളുമടക്കം 10 ബംഗ്ലാദേശികളാണ് പിടിയിലായിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ, അതായത് ഇവരിൽ നിന്ന് കൂടുതൽ വ്യാജരേഖകൾ പിടിച്ചെടുക്കാനായി എന്നാണ് അറിയുന്നത്. മാത്രമല്ല ഇവരുടെ പക്കൽ നിന്നും കേരളത്തിൻ്റേതായ ആധാർ കാർഡ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഇലക്ട്രോറിയൽ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ളവയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരുടെ പക്കൽ ബംഗ്ലാദേശി പാസ്പോർട്ട് തന്നെയാണുള്ളത്. പക്ഷേ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള രേഖകൾ വന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് പിടിച്ച ഒരു വലിയ സിൻഡിക്കേറ്റ് അവരെ ഇപ്പോൾ കൊട്ടാരക്കര പോലീസിൽ കൈമാറിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ തത്വമയുടെ ചീഫ് ന്യൂസ് എഡിറ്റർ ശ്രീ രാജേഷ് പിള്ള നൽകും. RP, ഇന്നലെ വളരെയധികം ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിൻ്റെ പിന്നാലെ ഞാൻ മനസ്സിലാക്കുന്നത് മിലിറ്ററി ഇൻ്റലിജൻസും ATSും കൊല്ലം ജില്ലയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് വീണ്ടും 10 പേരടങ്ങുന്ന ഒരു സിൻഡിക്കേറ്റിനെ പിടികൂടിയിരിക്കുന്നത്. ഇതിലൊരു സ്ത്രീയാണ് പ്രധാന കണ്ണി എന്നറിയപ്പെടുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സനോജ്, ഈ പറഞ്ഞതുപോലെ വലിയൊരു ബ്രേക്ക് ത്രൂ, ഒരു വലിയ സിൻഡിക്കേറ്റിനെയാണ് ഇന്ന് ATSും ആൻറ്റി ടെറർ സ്ക്വാഡും മിലിറ്ററി ഇൻ്റലിജൻസും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ പിടികൂടിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്തയിൽ വ്യാജ സർട്ടിഫിക്കറ്റോടുകൂടി, വ്യാജരേഖകളോടുകൂടി പിടികൂടപ്പെട്ട ബംഗ്ലാദേശികളാണെങ്കിൽ ഇപ്രാവശ്യം ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജരേഖകളും ഉണ്ടാക്കി കൊടുക്കുന്ന കേരളവും വെസ്റ്റ് ബംഗാളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ സിൻഡിക്കേറ്റിൻ്റെ ഒരു പ്രധാന കണ്ണിയെ തന്നെയാണ് ഇന്ന് പിടികൂടിയിരിക്കുന്നത്. അവരുടെ പേര് മംതാസ് എന്നാണ് കാണുന്നത്. ആ സ്ത്രീ കൂടാതെ 9 പേരോളം കസ്റ്റഡിയിലായിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ 10 പേര് അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ 2 സ്ത്രീകൾ, 3 കുട്ടികളുണ്ട്, ബാക്കി പുരുഷന്മാരാണ്. ഇവരെയെല്ലാം ATSിൻ്റെയും ഈ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെയും സംയുക്ത ടീം റെയ്ഡ് കഴിഞ്ഞ് കൊട്ടാരക്കര പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര പോലീസ് FIR എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരം, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഇത്ര അനായാസമായിട്ട് ബംഗ്ലാദേശികൾ കേരളത്തിൽ വരെ വന്ന് എല്ലാവിധ സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് ഇവർ ഇവിടെ ജീവിക്കുന്നതെന്നുള്ളതാണ്. അത് ഒരിക്കലും ലോക്കൽ സപ്പോർട്ടില്ലാതെ ഇവർക്ക് പറ്റുകയില്ല. നിങ്ങൾ ആ രേഖകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ മംതാസ് ബീഗം എന്ന് പറയുന്ന വ്യക്തി, അവർക്ക് സ്വന്തമായിട്ട് ഒരുപക്ഷെ ഒരു സാധാരണക്കാരായ ഇന്ത്യൻ പൗരന് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ മംതാസിന് എല്ലാം ഉണ്ട്. അതായത് വോട്ടർ ID ഉണ്ട്, പാൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, അതുപോലെ റേഷൻ കാർഡുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് SBIയിൽ ഇവർക്ക് അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതും കഴിഞ്ഞ് ഇവർ ഇടക്കാലത്ത് നീണ്ടകരയിൽ ഒരു ഹോട്ടൽ ബിസിനസ് നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഹോട്ടൽ നടത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് ഫുഡ് സേഫ്റ്റി കമ്മീഷണറേറ്റിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ സകല കാര്യങ്ങളും, എല്ലാ സർട്ടിഫിക്കറ്റുകളും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവർ വ്യാജമായിട്ട് നിർമ്മിച്ച നിരവധി ആധാർ കാർഡുകൾ, അതുപോലെയുള്ള രേഖകൾ ഈ റെയ്ഡിൽ, ഈ സംയുക്ത ഓപ്പറേഷനിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരെ ഈ രേഖകൾ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം ഈ മുംതാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബംഗ്ലാദേശി പാസ്പോർട്ടും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ബാഗർഹട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ യഥാർത്ഥ താമസം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ പറയുന്ന ഇവർക്കെല്ലാം വോട്ടേഴ്സ് ID ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം പിടിച്ചവർക്കും വോട്ടേഴ്സ് ID ഉണ്ട്. ഇവരിൽ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനിലെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം വോട്ട് ചെയ്യാൻ എലിജിബിളാണ്. ഇവർക്ക് കൃത്യമായി കേരളത്തിൽ നിന്നുള്ള വോട്ടേഴ്സ് IDയും ആധാർ കാർഡും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരുപക്ഷെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ട് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റും, കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത്, ലോക്കൽ സപ്പോർട്ടില്ലാതെ, ലോക്കൽ രാഷ്ട്രീയ സപ്പോർട്ടില്ലാതെ ഇതുപോലെ ബംഗ്ലാദേശികൾക്ക് കടന്നു വന്ന്
കേരളത്തിൽ വേരുറപ്പിക്കാൻ പറ്റില്ല. ഇവരെ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര വർഷമായിട്ട് ഇവർ കേരളത്തിലുണ്ട് എന്ന് വ്യക്തമല്ല. ഈ മുംതാസ് എന്ന് പറയുന്ന ആളും അവരുടെ സംഘവും നേരത്തെ കഴിഞ്ഞ ദിവസം കാട്ടിൽ കടവിൽ നിന്ന് പിടിച്ച 2 ബംഗ്ലാദേശി ദമ്പതികളിലെ പുരുഷൻ 10 വർഷമായിട്ട് കേരളത്തിലുണ്ട്. ഇവരെത്ര വർഷമായിട്ടുണ്ടെന്നറിയില്ല. ഇവർ നേരത്തെ ഹോട്ടൽ ബിസിനസ് നടത്തിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് കൊട്ടാരക്കര ഭാഗത്ത് സ്ക്രാപ്പിൻ്റെ ബിസിനസ്സാണ് നടത്തുന്നത്. 15,000 രൂപയ്ക്ക് വാടകയ്ക്കെടുത്ത ഒരു ഷെഡിലാണ് ഇവരെല്ലാം താമസിക്കുന്നത്. അവിടെ 3 ഓട്ടോറിക്ഷയും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വ്യാജ കാർഡുകളുടെയും വ്യാജ രേഖകളുടെയും നിർമ്മാണവും നടക്കുന്നുണ്ട്. ഇതെല്ലാം പോലീസിൻ്റെയും അധികൃതരുടെയും മൂക്കിന് താഴെയാണ് നടക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോറിൻ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അങ്ങനെ കേരളത്തിൽ താമസിക്കുന്ന ഫോറിനേഴ്സിന് നിരവധി നിയമങ്ങൾ ബാധകമാണ്. ഇത് വിദേശികളാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ കേരളത്തിൽ ഇത്രയും വർഷങ്ങൾ താമസിക്കുന്നത്. അത് കേരളത്തിന് മാത്രമല്ല, രാജ്യത്തിനാകമാനം വലിയൊരു സുരക്ഷാ പ്രശ്നം കൂടിയാണ്, ഒരു വലിയ സുരക്ഷാ ഭീഷണി കൂടിയാണ്. കാരണം ഇതുപോലെ ഒരു സിൻഡിക്കേറ്റ് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈ സിൻഡിക്കേറ്റിനെ ഭീകരവാദികൾക്കും ഉപയോഗിക്കാം. അവർ ഇതിനോടകം അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റില്ല. കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. സനോജ്, തീർച്ചയായും വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി RP. എന്തായാലും വളരെയധികം ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ്. ഇന്നലെയും ഇന്നുമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് വലിയ ഒരു റാക്കറ്റ് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ ദേശസുരക്ഷയ്ക്ക് തന്നെ ഭീഷണി ഉളവാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. മാത്രമല്ല, ഇതിലെ ഏറ്റവും വാർത്താ പ്രാധാന്യം നേരത്തെ RP പറഞ്ഞതുപോലെ കൃത്യമായി ഇവർക്ക് കേരളത്തിൻ്റെ സർക്കാരിൽ നിന്നുമുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ലോബി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം പ്രവർത്തിക്കുന്നുണ്ടെന്ന് വേണം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും ഈ അന്വേഷണം വളരെ വ്യാപകമായി തന്നെ നടത്തുകയാണ് ATSഉം മിലിറ്ററി ഇൻ്റലിജൻസും ഒക്കെ തന്നെ. ഇപ്പോൾ പിടികൂടിയ വ്യക്തികളെ പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ശക്തികൾ അല്ലെങ്കിൽ ഏതൊക്കെ ഗൂഢശക്തികളാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിൻ്റെ കൂടുതൽ ഒരു വ്യക്തത ലഭിക്കുമെന്ന് കരുതാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.